എം കെ ഭദ്രകുമാർ കൂടി. ശ്രീ എം കെ ഭദ്രകുമാർ, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായും മൊസാദ് ഉണ്ടോ എന്നുള്ളതാണല്ലോ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു ആശങ്ക യാഥാർത്ഥ്യമാവുകയാണ് എങ്കിൽ ഒരു പ്രാദേശിക യുദ്ധത്തിനപ്പുറത്തേക്ക് കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന കാര്യങ്ങളായി ഈ ഒരു യുദ്ധം പരിണമിക്കും. ഏറ്റവും ഒടുവിൽ റഷ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കൻ കപ്പൽപ്പടയാണ് വരേണ്ടത്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇതിപ്പോഴ് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു 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 അലൈൻമെന്റ് ആണ് അവിടെ രൂപപ്പെട്ടിരുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മൾ കാണുമ്പോൾ. അതായത് ഈ അമേരിക്കയ്ക്ക് അവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്നതിൽ യാതൊരു താല്പര്യമില്ല, ഇറാനും യുദ്ധമുണ്ടാകുന്നതിൽ താല്പര്യമില്ല. ഈ ഗാസയുടെ യുദ്ധം തുടങ്ങിയതിന് ശേഷം അതിനും കൂടെ കുറച്ച് പുറകോട്ട് പോവുകയാണെങ്കിൽ ഈ ഒക്ടോബറിലെ ഹമാസിന്റെ ഇസ്രയേലിലെ അറ്റാക്ക് വന്നതിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളിൽ വളരെ വലിയ നേട്ടം കിട്ടിയിട്ടുള്ളത് ഇറാനാണ്. അതായത് ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അവര് വളരെ വലിയ ഒരു ഫാക്ടറായിട്ട് ആ പ്രാദേശിക തലത്തിൽ റീജിയണൽ പോളിറ്റിക്സിൽ പ്രത്യക്ഷപ്പെട്ടു. രണ്ടാമത്, ഈ ഹമാസ് എന്നുള്ള ഒരു പ്രസ്ഥാനം അങ്ങനെ പെട്ടെന്ന് അതിനെ നശിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ, അതൊരു ആശയമാണല്ലോ. അപ്പോൾ ഇപ്പോൾ അമേരിക്ക തന്നെ പറയുന്നു, വളരെ വളരെ വലിയ തലപ്പത്ത് നിന്ന് തന്നെ പറയുന്നു, ബ്ലിങ്കനും ബൈഡനും മറ്റും, ഈ ഹമാസിനെ തോൽപ്പിക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ അജണ്ട ഒട്ടും ഒരു യാഥാർത്ഥിക ബോധത്തോടു കൂടിയുള്ളതല്ല, അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ളത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇസ്രായേലിന് ഇപ്പോൾ ഏറ്റവും മുതലെടുക്കാൻ പറ്റുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സംഘട്ടനം ഉണ്ടാവുകയാണെങ്കിലാണ്. അവിടെ നേരിട്ട് ഇറാനോട് ഒരു യുദ്ധത്തിന് അമേരിക്കയുടെ പിന്തുണയില്ലാതെ, അമേരിക്കയുടെ നിഴലിൽ നിന്നുകൊണ്ടല്ലാതെ, പിറകിൽ നിന്നുകൊണ്ടല്ലാതെ ഇറാനെ നേരിടാനുള്ള ശേഷി ഇസ്രായേലിനില്ല. അത് മിസൈൽ കേപ്പബിലിറ്റി എടുക്കുകയാണെങ്കിൽ തന്നെയും ഏതാണ്ട് വളരെ വലിയൊരു പാരിറ്റിയാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് അതേസമയം ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലോട്ട് പോകാൻ താല്പര്യമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇൻഡോ പസഫിക്കിൽ ചൈനയെ ചെറുക്കൽ, അതുപോലെ യുക്രൈനിൽ റഷ്യയെ ചെറുക്കൽ, ഇത്തരത്തിലുള്ള ഈ വലിയ വലിയ ഒരു അജണ്ടയുടെ നടുക്ക് നിൽക്കുകയാണ് അമേരിക്ക. പിന്നെ അത് മാത്രമല്ല, ഈ വർഷം തെരഞ്ഞെടുപ്പുണ്ട് താനും. അമേരിക്കയിൽ പബ്ലിക് ഒപ്പീനിയൻ പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധത്തിന് അമേരിക്ക ഇടപെടുന്നതിൽ ഒട്ടും സഹകരിക്കുകയില്ല, അനുകൂലിക്കുകയില്ല. ഇതൊരു ഇലക്ഷൻ ഫാക്ടറായിട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അമേരിക്ക ചെയ്യുകയാണെങ്കിൽ ബൈഡൻ ചെയ്യുകയില്ലത്. അപ്പോൾ ഇദ്ദേഹം, ഈ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം വളരെ പരുങ്ങലിലായിരിക്കുകയാണ് ഇപ്പോൾ. ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവിടുത്തെ ഫോർമർ ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന ഗ്രാൻസ് തന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞു, അദ്ദേഹം ഈ കോയലിഷൻ സെപ്റ്റംബറിൽ നിന്ന് വിട്ട് മാറാൻ പോവുകയാണ് എന്ന് ത്രട്ടൻ ചെയ്തിരിക്കുകയാണ്. ഗാസയുടെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബ്ലൂ പ്രിന്റ് നെതന്യാഹു അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് മുമ്പായിട്ടെന്ന്. ഭദ്രകുമാർ, താങ്കൾ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ഇങ്ങനെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും വധിച്ച് മേഖലയിൽ ഒരു ട്രിഗർ ഉണ്ടാക്കിയെന്നാണോ? ഇല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും അത് പറയാനുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. ഇറാൻ തന്നെ പറയാത്ത ഒരു കാര്യം നമ്മൾ എന്തിനാണ് പറയുന്നത്? അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് അടുത്ത ഒരു 47-72 മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടിത്തുടങ്ങും. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്, എൻ്റെ അഭിപ്രായത്തിൽ, ഈ വലിയൊരു ട്രാജഡി ഇറാനെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് മാത്രമാണ്. അതിൽ നിന്നും ഉള്ള സ്പിൻ ഓഫ് റീജിയണൽ പോളിറ്റിക്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും കാര്യത്തിലെടുക്കണമെന്നുള്ളതാണ്. അല്ലാതെ ഇസ്രായേലിലോട്ട് കടക്കേണ്ട ഘട്ടം എത്തിയിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. Debate with M. V. Nikesh Kumar.